നല്ല ഭംഗിയില്ലേ ഈ സ്ഥലം കാണാൻ. ഞങ്ങളിന്ന് പോയത് ഈ ഇടത്തേക്കാണ്. ഇന്നത്തെ പ്രഭാതത്തിന് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് കുറേ നേരം അതൊക്കെ ആസ്വദിച്ചിരുന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് റെഡിയായത്. ഇവിടങ്ങളിൽ 5:30-6 മണിയാകുമ്പോഴേക്കും നല്ല വെളിച്ചമാവും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിച്ചു. അതിന് ശേഷമാണ് പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇന്ന് പോകാനുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഗൈഡ് ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിരുന്നു. ഗൈഡിൻ്റെ നാട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാവും. അദ്ദേഹത്തിന് അവിടുത്തെ മുക്കും മൂലയും ചേർത്ത് എല്ലാം അറിയാമല്ലോ. ഏകദേശം 8:30 ഇറങ്ങാമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. ഏകദേശം 9 മണി ആവാറായി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇവിടുത്തെ ഗൈഡുകൾ പൊതുവേ വളരെ കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ്. ഒരു സമയം പറഞ്ഞാൽ അതിന് 5-10 മിനിറ്റ് മുമ്പ് അവർ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടങ്ങി. യാത്രക്കിടെ മുഴുവനും ഞങ്ങളുടെ ഗൈഡ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊപ്പം അദ്ദേഹം വേറൊരു കാര്യവും നമ്മളോട് പറഞ്ഞു. ശരിക്കും ഈ സ്ഥലം, അതായത് ഭൂട്ടാൻ, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറൊരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് വെസ്റ്റ് ബംഗാളിലെ ജയ്ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളുടെ ബോർഡറായിട്ട് വരുന്നത്. അവിടെ നിന്ന് ഭൂട്ടാൻ്റെ ബോർഡറായിട്ടുള്ള ഫുൻഷിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും അതേ വഴിയിൽ കൂടിയാണ് പോകുന്നത്. എന്നാൽ ഇന്ത്യയും ഭൂട്ടാനുമായിട്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂട്ടാൻ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമുണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് ജയ്ഗാവ് വഴി ഇങ്ങോട്ട് പ്രവേശിക്കാം. എന്നിട്ട് ആസാം വഴി തിരിച്ച് പോകുമ്പോൾ ആ വഴി പോകുകയും ചെയ്യാം. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കണം. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന പെർമിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. കേട്ടപ്പോൾ ഞങ്ങൾക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പം ആസാമും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ നമുക്ക്. ഇനി ഞങ്ങൾക്ക് എന്തായാലും അത് പറ്റില്ല, കാരണം ഞങ്ങളുടെ പെർമിറ്റിൽ അതില്ല. ഇനി പെർമിറ്റൊക്കെ എടുക്കണമെങ്കിൽ ഫുൻഷിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അതൊക്കെ മാറ്റിയെടുക്കണം. അതൊന്നും ഇനിയിപ്പോൾ നടക്കുന്ന കാര്യമല്ല. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ പേരാണ് ഫോബ്ജിക്ക വാലി എന്നുള്ളത്. പുനാക്കയിൽ നിന്നുള്ള യാത്ര തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വഴിയൊക്കെയും മലകളും മേഘങ്ങളും വളവുകളും ഓരോ ടേൺസ് കഴിഞ്ഞാലും നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണില്ലേ, അതേപോലത്തെ വ്യൂസ് പോലെ തോന്നും നമുക്ക്. നമ്മൾ ഈ ഫോബ്ജിക്ക വാലിയിലുള്ള യാത്രക്കിടയിലൂടെ മെയിനായിട്ട് കടന്നു പോകുന്നത് ഭൂട്ടാനിലെ ഫേമസ് ആയിട്ടുള്ളൊരു മൗണ്ടൻ പാസിൽ കൂടെയാണ്. അതിൻ്റെ പേരാണ് പെലേലാ പാസ് എന്നത്. ഏകദേശം 10,000 അടി ഉയരമുണ്ട് ഈ സ്ഥലത്തിന്. ഇവിടെയൊക്കെ കുറേ ഫ്ലാഗ്സും നമുക്ക് കാണാൻ പറ്റി. പിന്നീട് സ്ലോലി ലാൻഡ്സ്കേപ്പ് മാറാൻ തുടങ്ങും. ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് വളരെ അപകടകരമായിട്ട് തോന്നും. കാരണം ഈ റോഡിനൊന്നും വലിയ കാര്യമായിട്ട് കൈവരികളോ ഹാൻഡ് റെയിൽസോ ഒന്നും തന്നെ ഇവിടെ വച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും കാര്യമായിട്ട് റിഫ്ലക്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത റോഡുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പുനാക്കയിൽ നിന്ന് ഫോബ്ജിക്ക വാലിയിലേക്ക് ഏകദേശം 75-85 കിലോമീറ്ററാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ 4-5 മണിക്കൂർ എടുക്കും ഇവിടെ എത്താനായിട്ട്. കാരണം ഈ വഴികൾ അങ്ങനെയാണ്. റോഡ് മുഴുവനും ഈ മലവഴികളും അതുപോലെ തന്നെ ഹെയർ പിൻ വളവുകളും ഒക്കെ ഉള്ളത് കൊണ്ട് ഡിസ്റ്റൻസ് കുറവായാലും ഭയങ്കര അധികം സമയമെടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ താരതമ്യേന ഇത്തിരി വലിയ യാത്രയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇടയിൽ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി നല്ലപോലെ. ഇത്തവണ നമ്മൾ യാത്ര വന്നപ്പോഴേ ചെറിയ ചെറിയ ബാഗുകളിൽ നമ്മളുടെ ഡ്രസ്സുകൾ 2-3 ദിവസത്തെ ഡ്രസ്സുകളായിട്ടാണ് നമ്മളത് വെച്ചത്. അതുകൊണ്ട് ബാക്കിൽ കുട്ടികൾക്ക് കിടന്നുറങ്ങാനുള്ള ഒരു സജ്ജീകരണം കൂടി ഉണ്ടായിരുന്നു. ഏകദേശം 1-2 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ നമ്മളൊരു വ്യൂ പോയിന്റ് പോലെ കാണുന്ന സ്ഥലത്ത് നിർത്തി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് പക്ഷികളെയൊക്കെ നിരീക്ഷിച്ചു. നമ്മളുടെ ഗൈഡ് ഒരു പക്ഷി നിരീക്ഷകനും കൂടിയാണല്ലോ. അവിടെ നമ്മൾ വലിയൊരു ഹണി കോമ്പും കണ്ടുപിടിച്ചു.
അതിനോട് ചേർന്ന് അതിലെ തേനൊക്കെ കുടിക്കാനായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ വരുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഗൈഡിനാണെങ്കിൽ ഈ പക്ഷികളുടെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ ഹാബിറ്റേറ്റും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ചു. ഇവിടെ കണ്ടില്ലേ, മുഴുവനും തേനീച്ചയാണ്. വലിയ വലിയ തേനീച്ച കൂടുകളും ഇവിടെ ഞങ്ങൾ കണ്ടിരുന്നു. എപ്പോഴും ഈ ദീർഘയാത്ര ചെയ്യുമ്പോഴേ നമ്മൾ 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒന്ന് വണ്ടി നിർത്തി ഇറങ്ങി നടക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് നല്ല എനർജറ്റിക് ആവാനായിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യും. ഞങ്ങളിത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുറച്ചു നേരം യാത്ര ചെയ്തപ്പോൾ അവിടെ ആ വ്യൂ പോയിൻ്റ് ഇല്ലേ, അവിടെ ഇറങ്ങിയവരിൽ ചിലർക്ക് കാലിനൊരു വേദന പോലെ തോന്നി. അതേപോലെ വല്ലാത്ത ചൊറിച്ചിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടുന്ന് എന്തോ ഒരു ഇൻസെക്റ്റിൻ്റെ കടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. അവിടെ ചോര കട്ട പിടിച്ചതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ഏകദേശം 1-2 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ഒരു കോഫി ഷോപ്പിൽ നിർത്തി. കുട്ടികൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റ്സോ സ്നാക്സോ ഒക്കെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയത്. നമ്മൾ കോഫിയൊന്നും കുടിക്കാൻ നിന്നില്ല. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഇവിടെ അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല. വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങളായിരുന്നു. ഈ ഭൂട്ടാനിൽ എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾക്ക് ഈ പെയിൻറ്റിങ്സ് ഒക്കെ കാണുന്നത് പോലത്തെ ദൃശ്യങ്ങളാണുള്ളത്. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലും ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ വളരെയധികം ഐശ്വര്യം വീട്ടിൽ കൊണ്ടുവരുന്നൊക്കെയാണ് ഇവരുടെ ബിലീഫ്. ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ള പേരിൽ ഇതൊക്കെ വിൽക്കുമ്പോൾ ഒരുപാട് പൈസയും ആവുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ടിറങ്ങി. ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ടല്ലോ നമ്മളുടെ സ്ഥലത്തേക്ക്. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള പക്ഷിയെ കണ്ടു. ഇത് ഈ നാട്ടിൽ അത്ര കോമൺ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. എല്ലാം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ. ഒരിടത്ത് പോലും വേസ്റ്റ് നിക്ഷേപിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷേ ഒരു ഹാൻഡ് റെയിലിൻ്റെ കുറവ് നമുക്ക് അവിടെ ഫീൽ ചെയ്തിരുന്നു. അത്രയും അടുത്തുകൂടിയാണ് 2 വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ടെറൈനൊക്കെ ചെറുതായിട്ട് മാറുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ പുനാക്ക എന്ന് പറഞ്ഞ സ്ഥലത്തിന് മാറ്റ് കൂട്ടാനായിട്ട് ആ റിവർ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോബ്ജിക്ക എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഈ താഴ്വാര തന്നെയാണ് ഇതിനൊരു ഭംഗി നിൽക്കുന്നത്. അവിടെ ഞങ്ങളിങ്ങനെ യാക്കുകളെയൊക്കെ കണ്ടു. ഇത് അവിടത്തുകാർ വളർത്തുന്നതാണത്രേ. ഇതിൻ്റെ പാലാണ് ഇവിടെ പൊതുവെ ഉപയോഗിക്കാറ്. ഈ യാക്ക് സാധാരണയായിട്ട് 10,000 അടി ഉയരത്തിന് മുകളിലാണത്രേ. ഇതിനെ ഇവിടത്തുകാർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മിൽക്കിന്, ട്രാൻസ്പോർട്ടേഷന്, അതുപോലെ തന്നെ ഇതിൻ്റെ വൂളും ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു മൊണസ്ട്രി കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് ഗാങ് ടൈ മൊണസ്ട്രി എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഫോബ്ജിക്ക വാലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞ പ്രദേശം തന്നെ വളരെ പീസ്ഫുള്ളും സ്പിരിച്വലുമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. അതിൽ ഏറ്റവും സ്പിരിച്വലും പീസ്ഫുള്ളുമായിട്ടുള്ളൊരു ഇടത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുന്നത് അതികഠിനമാണ്. ഏതാണ്ട് 6 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഉള്ളൂ. ഇതിനോട് അകമ്പടിയായിട്ട് ഒരു ചെറിയ മഴയും കാറ്റും കൂടി ആയപ്പോൾ ഞങ്ങൾ വിറച്ചുപോയി. ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മൊണസ്ട്രി ഫോബ്ജിക്ക വാലിയുടെ മുകളിലായിട്ട് മലമുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ മുഴുവനും വാലി വ്യൂ, മുകളിലായിട്ട് കളർഫുൾ ഭൂട്ടാനീസ് ആർക്കിടെക്ചറും നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഭൂട്ടാനിൽ വരുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, ഈ മൊണസ്ട്രിയും അതുപോലെ തന്നെ ഈ ഫോബ്ജിക്ക വാലിയും. ശരിക്കും ഞങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേ ഇല്ല. എന്നാൽ ഞങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയ പല മലയാളികളും പറഞ്ഞത് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, അവരിതൊരു സ്റ്റേ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾക്കും തോന്നി. ഇവിടെ നല്ല തണുപ്പാണെന്ന് പിന്നെയും പറയുകയാണ്. ഇത് ശരിക്കും ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടും ഒന്നുമല്ല. ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് മൊണസ്ട്രീസിലൊന്നാണ്.
ഇവിടെ മോങ്സ് താമസിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിസ്റ്റ് പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർ ലഞ്ച് കഴിക്കുന്ന സമയമാണിത്. ഒരു പപ്പടം പോലത്തെ സാധനവും അതിൻ്റെ കൂടെ എന്തോ ഒരു കറി പോലെയുമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നാണ് ഇവരുടെ ഒരു നിയമം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൽ നമുക്ക് അറവുശാലകളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ സ്ലോട്ടറിങ് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ച ഒരു കാര്യമാണ്. ഈവൻ ഫിഷിങ് പോലും ഇവിടെ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അയൽരാജ്യമായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർ മീറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രൈ ചെയ്തിട്ടുള്ള മീറ്റാണ് ഇവരുടെ വിഭവങ്ങളിൽ അധികവും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള ഏത് മൊണസ്ട്രിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ പ്രേ വീൽസ് കാണാം. കുട്ടികൾ എപ്പോഴും അത് റൊട്ടേറ്റ് ചെയ്ത് നടക്കാറുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണമെന്ന് മാത്രം. ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. നല്ല ഭംഗിയുള്ള പൂക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ പറിച്ചു. പ്രിസർവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനാണ് ഉദ്ദേശം. പിന്നെയും ഞങ്ങൾ ആ വാലിയിൽ കൂടെ യാത്ര തുടർന്നു. ഈ ഫോബ്ജിക്ക എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. ഇവിടെ അവിടെ ഇവിടങ്ങളായിട്ട് ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തൊട്ടടുത്തായിട്ട് വീടുകളൊന്നുമില്ല. ഒരു വീട്, പിന്നെ വിശാലമായിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ, പിന്നെ ഒരുപാട് അകലെ മറ്റൊരു വീട്. ഇവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് പൊട്ടാറ്റോ ആണ്. പിന്നെ റാഡിഷൊക്കെ പോലെയുള്ള സാധനങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് പലരുടെയും കൃഷി സ്ഥലങ്ങളും കണ്ടിരുന്നു. ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള കുട്ടികളാണ് ഇവർ. പുറത്തുള്ള ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവർ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് വിചാരിക്കുന്നു. ഒപ്പം ഈ വീട്ടുകാരുടെ കന്നുകാലികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും യാക്ക് തന്നെയാണ് ഇവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽ. അപ്പുറത്ത് ദൂരെയുള്ള മലകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വൈൽഡ് ആനിമൽസിൻ്റെ ശല്യവും ഇവർക്ക് നല്ലപോലെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈയിടെയായിട്ട് ഇലക്ട്രിക് ഫെൻസൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ചുകൂടെ സേഫാണ്. ഇത് വിശാലമായി കിടക്കുന്ന ഒരു വാലിയാണ്. അതുകൊണ്ട് ഒരു ആൾത്തിരക്കോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ചുറ്റും പ്രകൃതി തീർക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പല വീടിനോട് ചേർന്നും ഈ ഭംഗിയുള്ള മഞ്ഞപ്പൂക്കൾ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് റാഡിഷാണത്രേ, ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇനി പോകാൻ പോകുന്നത് ഒരു നണ്ണറിയിലേക്കാണ്. ഈ നണ്ണറി എന്നുള്ള വാക്ക് നമുക്ക് അത്ര കോമൺ അല്ല. നണ്ണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള ബുദ്ധിസ്റ്റ് വിശ്വാസികളുടെ മോങ്കുകളുടെ ഒരു സ്ഥലമാണ് നണ്ണറി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തണുത്ത് വിറച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. നല്ല തണുപ്പാണ് ഇവിടെ. മഴയും പെയ്ത കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ധ്യാനിന് കുറച്ച് ബുദ്ധിമുട്ടായി ഈ തണുപ്പത്ത് നടക്കാനായിട്ട്. എങ്കിലും നമ്മളുടെ ഗൈഡ് ചേട്ടൻ്റെ മോട്ടിവേഷൻ കാരണം അവൻ നടന്ന് പോവുകയാണ്. ഞങ്ങൾ ഈ വാലിയിൽ പല പക്ഷികളെയും കണ്ടു. ഇത് വളരെ വലിയൊരു പക്ഷിയാണ്. ഈഗിളിൻ്റെ ഫാമിലിയിൽ വരുന്ന പക്ഷി ഈ നണ്ണറിയുടെ ഭാഗത്തെ എപ്പോഴും കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കെന്തായാലും ഇതൊരു കൗതുകകരമായ കാഴ്ചയായി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെ നൺസൊക്കെ വന്നു. നമ്മുടെ ഗൈഡിൻ്റെ നാട്ടുകാരായതുകൊണ്ട് തന്നെ ഞങ്ങളെ വളരെ നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ ബട്ടർ ലാമ്പ് കത്തിക്കുകയാണ്. ഇത് ഇവിടുത്തെ വിശ്വാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ബട്ടർ ലാമ്പ് കത്തിക്കുന്നത് ഇവിടുത്തുകാർ വളരെ ഐശ്വര്യപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കരുതുന്നത്. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു, നമ്മൾ ഇത്രയും നല്ല യാത്രയൊക്കെ ചെയ്യുകയല്ലേ, അപ്പം ഏറ്റവും നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാൻ നമ്മളൊക്കെ ആവട്ടെ എന്നുള്ള ആശംസയും കൂടെ നേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ബട്ടർ ലാമ്പ് കത്തിക്കുന്നത്. പിന്നെയും അവിടുത്തെ തണുപ്പ് വല്ലാണ്ട് കൂടി. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ അവരവരുടെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി നമ്മളെ ഇരുത്തി. അതിനുശേഷം അവരവരുടെ ഹീറ്ററൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ കാണുന്ന 1-2 പേരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. നമ്മുടെ ഗൈഡ് അവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല ചൂടുള്ള പാലും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു. നമ്മൾ വന്നതറിഞ്ഞ് നമ്മുടെ ഗൈഡിൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ് ഈ ചൂട് പാലും ബിസ്ക്കറ്റും. ഇത്രയുള്ള കൊടും തണുപ്പിൽ ഞങ്ങൾക്കിത് കിട്ടിയപ്പോണ്ടായിരുന്ന ഒരു ആശ്വാസം അത്രയും വലുതായിരുന്നു. ആ ചൂട് പാല് കുടിച്ചപ്പോൾ കുറച്ച് തണുപ്പിൽ നിന്നൊക്കെ ഒരു ആശ്വാസമായതുപോലെ നമുക്ക് തോന്നി. പിന്നീട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പ്രത്യേക സിസ്റ്റം കണ്ടു. കല്ല് ചൂടാക്കി വെച്ചിരിക്കുകയാണ്.
ആ കല്ല് തൊടുമ്പോൾ നമ്മളുടെ ബോഡിയും അതിനോടൊപ്പം കുറച്ച് ചൂട് കിട്ടും. അത്രയും കൊടും തണുപ്പത്താണ് കേട്ടോ ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മുഴുവനും മാറി മാറി ചൂട് കല്ലെടുത്തിട്ട് ചൂട് പിടിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, പക്ഷെ കുറച്ച് ഓവർ പ്രൈസ്ഡും ആയിരുന്നു. പിന്നെ ഇവിടെ വേറെ അടുത്ത് അങ്ങനെ കുറേ കടകളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ടാണ് ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നതും. അത് തന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ട് തോന്നി. പിന്നീട് ഞങ്ങൾ പുനാക്കയിലെത്തി. ഞങ്ങൾക്ക് ആ ഫിബ്ജിയോക്ക വാലിയിൽ ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്നുള്ളതുണ്ടായിരുന്നു. കാരണം അത്ര മനോഹരമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിലും കണ്ണുകളിലും ആ ദൃശ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പിന്നീട് നമ്മൾ പോയത് ഇവിടെ പുനാക്കയിലെ ചെറിയൊരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ എല്ലാം ചുറ്റി നടന്നൊന്ന് കാണാനായിട്ട്. ഈ പുനാക്ക എന്ന് പറയുന്നത് അത്ര വലിയൊരു സിറ്റി അല്ല, എന്നാലും നിറയെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തുകാർക്ക് ഈ കത്തികൾ ഇത്ര പ്രധാനമാണത്രേ. അതുകൊണ്ട് പല രാജ്യത്തു നിന്നും വരുന്ന കത്തികൾ നമ്മളെ കാണിച്ചു തരികയാണ് നമ്മുടെ ഗൈഡ്. അങ്ങനെ വളരെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് കടന്നു പോയത്. ആ കണ്ട ദൃശ്യങ്ങളും അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഒന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല. നമ്മുടെ യാത്രകളും ഭൂട്ടാനീസ് വിശേഷങ്ങളും എല്ലാം തുടരും.